ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. യെസ്, 5ാം ക്ലാസ്സിലെ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഓൾറെഡി സ്കൂൾ തുറന്നു അല്ലേ? അപ്പോൾ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജ് ആണ് അല്ലേ? നമ്മൾ ഓൾറെഡി നമ്മുടെ സൈലത്തിന്റെ 5ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രിത്തി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ എന്താണ് അധികം വൈകാതെ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം എന്തുകൊണ്ടാണ് നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് നമ്മുടെ സിലബസ് ചേഞ്ച് ആയത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അടിപൊളി ഫാക്കൽറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്. ഓരോ ചാപ്റ്റർ കഴിയുന്തോറും നിങ്ങൾക്ക് എന്താണ് എക്സാം കണ്ടക്ട് ചെയ്യും, അതിന്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്യും. ഇനി എന്തെങ്കിലും ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വന്നിട്ട് എന്താണ് നമ്മളോട് ചോദിക്കാം, അത് ക്ലിയർ ചെയ്യും. അതിനുള്ള വഴികളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്താണ് നമ്മുടെ പ്രിത്തി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. വെറും നിസ്സാരമായ തുക മാത്രമേ ഉള്ളടാ. എത്രയാ? യെസ്, വെറും 2499 രൂപയ്ക്ക് എവിടെ കിട്ടടാ ഒരു വർഷത്തേക്ക്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്താണ് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, പീലീസ് വില്ലേജിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഗസ്റ്റ് വർക്കേഴ്സ് ആരാണെന്നുള്ളത്, അതിഥി തൊഴിലാളികൾ ആരാണെന്നുള്ളത്. ഓർക്കുന്നില്ലേ, നമ്മുടെ ചമേലിക്കുട്ടി എന്താണ് ആസാമിൽ നിന്ന് വന്നതല്ലേ നമ്മുടെ കേരളത്തിലേക്ക്. അപ്പൊ ഗസ്റ്റ് വർക്കേഴ്സ് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം വരിക. അപ്പൊ എന്താണ് ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ, അതാണ് മിസ് പറയുന്നത്. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന എന്താണ് ആൾക്കാരെയാണ് നമ്മൾ ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയാ. ഓക്കെ, കൂടുതലും എവിടെ നോക്കിയാന്ന് അറിയോ ഈ ഗസ്റ്റ് വർക്കേഴ്സ് കൂടുതലായിട്ടും വരാറുള്ളത്? നോക്കിക്കോ, മോസ്റ്റ് ഓഫ് ദം കം ആസ് ഫാമിലീസ് ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം. ഫാമിലീസ് എവിടെ നോക്കിയാ വരല്? ആസാമിൽ നിന്നും, ബീഹാറിൽ നിന്നും, പശ്ചിമ ബംഗാളിലെ വെസ്റ്റ് ബംഗാളിൽ നിന്നും, പിന്നെയോ ജാർഖണ്ഡ് നോക്കിയാണ് എന്ത് കോമൺലി അല്ലെങ്കിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് ഫാമിലി ആയിട്ട് ഇവർ വരാറുള്ളത്. ഓക്കെ, their children are being educated in public schools in Kerala. അവരുടെ മക്കൾ എന്താ നമ്മുടെ കേരളത്തിൽ എന്താണ് പബ്ലിക് സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, this Chameli is also studying in Kerala. ചമേലി എന്താണ് ആസാമിൽ നിന്ന് വന്ന കുട്ടിയാണല്ലേ, ഗസ്റ്റ് വർക്കർ ആണ് അവളുടെ പാരന്റ്സ്. ഓക്കെ, ചമേലി കോൾസ് ഹർ മദർ ആൻഡ് ഫാദർ, അതായത് അമ്മേനെ മാ എന്നും അച്ഛനെയോ പപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടുന്ന് ചോദ്യം വരിക വെച്ചാൽ, ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, എവിടെ നോക്കിയാണ് കൂടുതൽ ഗസ്റ്റ് വർക്കേഴ്സ് വരുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമുക്ക് നമ്മുടെ ബാച്ചിലൊക്കെ നമ്മൾ ആപ്പ് ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ബൈ.